അഭയസങ്കേതം. Divine, divine, divine blessing. ദൈവം നൽകിയ സ്നേഹവരദാനം. Divine, divine, divine. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഡിവൈൻ ബ്ലെസ്സിങ് എന്ന ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന എല്ലാ ധ്യാന ശുശ്രൂഷകളും വലിയൊരു അനുഗ്രഹമായി അനേകർക്ക് കർത്താവ് നൽകുന്നുണ്ട്. കർത്താവിനെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനുമായി കർത്താവ് നൽകിയ ജീവിതത്തിൽ അവനോട് ചേർന്ന് നിൽക്കുവാൻ തക്കവിധം വചനങ്ങൾ കർത്താവ് നമുക്ക് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന ബോധ്യത്തിലേക്ക് ഈ ശുശ്രൂഷകളിലൂടെ കർത്താവ് നമ്മെ നയിക്കുക. ഈ ആഴ്ചയിൽ ധ്യാനത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ഇതേ അനുഗ്രഹങ്ങളാണ് കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഗ്രന്ഥത്തിൽ സങ്കീർത്തനങ്ങൾ 71:23 ഞാൻ അങ്ങയെ പ്രകീർത്തിക്കുമ്പോൾ എൻ്റെ അധരങ്ങളും അങ്ങ് രക്ഷിച്ച് എൻ്റെ ആത്മാവും ആനന്ദം കൊണ്ട് ആർത്തു വിളിക്കും. അപ്പോൾ കർത്താവിനെ പ്രകീർത്തിക്കുമ്പോൾ, കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ, കർത്താവ് രക്ഷിച്ച ആത്മാവ്, എൻ്റെ അധരങ്ങൾ, എൻ്റെ ജീവിതം മുഴുവനും കർത്താവിനെ മഹത്വപ്പെടുത്തും. കർത്താവിന് വേണ്ടി ആർപ്പ് വിളിക്കും, കർത്താവിന് നന്ദി പറയും, സ്തുതിക്കും. അതായത് സ്തുതിയുടെ ഒരു ജീവിതം, അതാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നാം എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ നമുക്ക് അവൻ നൽകുന്ന അനുഗ്രഹങ്ങൾ പൂർണ്ണമായും സ്വീകരിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷയും അതിന് നമ്മെ ശക്തിപ്പെടുത്തുകയാണ്. ആ ഒരു കൃപയിലേക്ക് ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും നമ്മളുടെ ജീവിത മേഖലകളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. Divine, divine, divine blessing. Divine, divine, divine. ഒരു വ്യക്തി അവിടെ നിന്നോട് വരുമ്പോൾ ഞാൻ ആ വ്യക്തിയുടെ നേരെ നോക്കുകയാണ്. അപ്പോൾ എൻ്റെ മെമ്മറിയാണ് എനിക്ക് പറഞ്ഞു തരുന്നത്, അത് നിൻ്റെ അപ്പനാണ്, നിൻ്റെ സഹോദരനാണ്, നിൻ്റെ അയൽവാസിയാണ്. ഇതെല്ലാം പറഞ്ഞു തരുന്നത് നമ്മുടെ മെമ്മറിയാണ്. അപ്പോൾ മെമ്മറിയിൽ നിന്നാണ് ചിന്ത രൂപം കൊള്ളുന്നത്. പ്രിയപ്പെട്ടവരെയും, ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് പിറക്കുമ്പോൾ ഉടനെ ആ കൊച്ചു ചിന്തിക്കാൻ തുടങ്ങുന്നില്ല. അതിന് തലച്ചോറും തലയും എല്ലാം ഉണ്ട്. പക്ഷെ അത് ഉടനെ ചിന്തിക്കാൻ തുടങ്ങുന്നില്ല. കാരണം ചിന്തയ്ക്ക് ആവശ്യമായ ഡേറ്റ അതിൻ്റെ തലയിലില്ല.
അവിടെ ആദ്യം ആ കൊച്ച് ചെയ്യുന്നത് ചിന്തയ്ക്ക് ആവശ്യമായ ഡേറ്റ ശേഖരിക്കുക എന്ന കാര്യമാണ്. എങ്ങനെയാണ് ചിന്തയ്ക്ക് ആവശ്യമായ ഡേറ്റ ശേഖരിക്കുന്നത്? നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ്. 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുവോ അതാണ് നമ്മുടെ മെമ്മറിയിൽ വരുന്നത്. ഒരിക്കലും നമുക്കൊരു അനുഭവം ഉണ്ടായാൽ അതൊരിക്കലും നമ്മളിൽ നിന്ന് മാഞ്ഞു പോയില്ല. നമ്മുടെ എല്ലാ അനുഭവവും നമ്മുടെ തലച്ചോറിലുണ്ട്. മെമ്മറി എന്ന് പറയുന്നത് ന്യൂറോണിൻ്റെ ഒരു കണക്ഷനാണ്, അതൊരു കെമിക്കൽ ആക്ഷനാണ്. ഒരിക്കലൊരു അനുഭവം ഉണ്ടായാൽ അതൊരിക്കലും മാഞ്ഞു പോയില്ല. കമ്പ്യൂട്ടറിന് ഡിലേറ്റ് സിസ്റ്റം ഉണ്ടെങ്കിലും തലച്ചോറിന് ആ ഡിലേറ്റ് സിസ്റ്റം ഇല്ല. അതുകൊണ്ട് നമ്മുടെ അനുഭവങ്ങളെല്ലാം തന്നെ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. നമുക്ക് മറക്കാം, പക്ഷേ മായ്ച്ചു കളയാൻ സാധിക്കുകയില്ല. അങ്ങനെ മാഞ്ഞു പോകണമെങ്കിൽ ആ സെല്ലുകൾ നശിക്കണം. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയ്ക്ക് പൈശാചിക ശക്തികളുടെ മേൽ അധികാരമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആര് പറഞ്ഞ വചനമാണിത്? ഗബ്രിയേൽ മാലാഖയിലൂടെ പിതാവായ ദൈവം പരിശുദ്ധ കന്യകാമറിയത്തോട് പറഞ്ഞ വചനമാണിത്. 14 വയസ്സുള്ള കന്യകാമറിയത്തിന് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ദൈവത്തിൻ്റെ പുത്രനായിരിക്കും. അപ്പോൾ മറിയം പറഞ്ഞു, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഗർഭം ധരിക്കുന്നത്? ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു തെളിവ് കൂടെ പറഞ്ഞു. നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് വാർദ്ധക്യത്തിൽ ഗർഭവതിയാണ്. ഇത് കേട്ടപ്പോൾ മറിയത്തിന് മനസ്സിലായി, തീർച്ചയായും ഇത് ദൈവത്തിൻ്റെ സന്ദേശമാണ്. ഉടനെ മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. അപ്പോൾ മറിയം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു, യേശുവിനെ ദൈവപുത്രനെ ഗർഭം ധരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് ജോസ്ന, ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ധ്യാനത്തിന് വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഡിപ്രഷനായിട്ടാണ് ഇവിടെ ധ്യാനത്തിന് വന്നിട്ടുണ്ടായ. ആരാധനയിൽ എനിക്ക് നല്ല മനസ്സിലെ മുറിവുകളൊക്കെ ഉണങ്ങാനും നല്ലൊരു അനുഭവം ഉണ്ടായി. നന്ദി. കർത്താവിൻ്റെ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നമ്മിലേക്ക് ചൊരിഞ്ഞ ആ സ്നേഹത്തിൽ നിന്ന് ഈ ലോകത്തിൽ ഒന്നിനും അകറ്റാനായിട്ട് സാധിക്കുകയില്ല. അത്രമാത്രം എൻ്റെ ഉള്ളിൽ പതിഞ്ഞിരിക്കുന്ന സ്നേഹത്തിൻ്റെ ശക്തി അത് അനുഭവിക്കാനായിട്ട് സാധിക്കണം. ഈ സ്നേഹം അനുഭവിക്കുന്നതാണ്, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നതാണ് മറ്റെല്ലാ വിധത്തിലുള്ള സ്നേഹക്കുറവിനെയും പരിഹരിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും എന്നെ അകറ്റാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചോ നോട്ട് ബുക്കിൽ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും എന്നെ അകറ്റാനായിട്ട് സാധിക്കില്ല. ഈ ലോകത്തിൽ ഒരു ശക്തിക്കും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും എന്നെ അകറ്റാനായിട്ട് സാധിക്കില്ല. അടുത്തത് എഴുതുകയാണ്, ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ നിറയുമ്പോഴാണ് എൻ്റെ ഉള്ള് എപ്പോഴും സന്തോഷം കൊണ്ട് നിറയുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം
എൻ്റെ ഉള്ളിൽ നിറയുമ്പോഴാണ് എൻ്റെ ജീവിതം എന്നും സന്തോഷപ്രദമായിത്തീരുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ നിറയുമ്പോഴാണ് എൻ്റെ ജീവിതം എപ്പോഴും സന്തോഷപ്രദമായിത്തീരുന്നത്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 4-ാം തിരുവചനം, നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. വീണ്ടും ഞാൻ നിങ്ങൾ പറയുന്നു, നിങ്ങൾ സന്തോഷിക്കും. അപ്പോൾ ആർക്കാണ് ജീവിതത്തിൽ എപ്പോഴും സന്തോഷിക്കാനായിട്ട് സാധിക്കുന്നത്? ജീവിതത്തിൽ എപ്പോഴും സന്തോഷിക്കാനായി സാധിക്കുന്നത്. ജീവിതത്തിൽ കഷ്ടപ്പാടുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും, പ്രയാസമുണ്ടാകും, രോഗങ്ങളുണ്ടാകും, തകർച്ചകളുണ്ടാകും, നഷ്ടങ്ങളുണ്ടാകും, പരാജയങ്ങളുണ്ടാകും. അപ്പോഴെല്ലാം എനിക്ക് അതിൽ സന്തോഷിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ എന്നിൽ ദൈവത്തിൻ്റെ സ്നേഹം നിറയണം. എന്നിൽ നിറയുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ് ജീവിതത്തിലെ ഏതവസ്ഥയിലും എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാനായിട്ട് സഹായിക്കുന്നത്. എൻ്റെ പേര് ശോഭ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇവിടെ ഡിവൈൻ സെൻറ്ററിലേക്ക് വരുന്നത്. ഈ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഒത്തിരി വയറുവേദനയുടെ അസുഖമായിരുന്നു. പക്ഷേ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ ഈശോ അത് എനിക്ക് മാറ്റിത്തന്നു. അതേപോലെ എനിക്ക് സിസേറിയൻ ആയിരുന്നു ഓപ്പറേഷന്. അപ്പോൾ ഒത്തിരി ലോവർ ബാക്ക് പെയിനിൻ്റെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. കുനിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആദ്യം ഒരേ സ്ഥലത്ത് അധികം സമയം ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഒരു 8 വർഷമായി. ഇതിനു വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല സത്യമായിട്ടും. പക്ഷേ ദൈവം അതും കൂടി എനിക്ക് മാറ്റിത്തന്നു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ അറിയാതെ, ഞാൻ പ്രാർത്ഥിക്കാതെ തന്നെ ദൈവം എൻ്റെ ആവശ്യമായിരുന്നു എനിക്ക് ഒരു സൗഖ്യം നൽകിയതിന് ദൈവത്തിന് ഒത്തിരി നന്ദി. ജനം എന്ത് ചെയ്തു? പാപം ചെയ്യുന്നത് ദാവീദ് രാജാവല്ലേ? അദ്ദേഹം അത് ചോദിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ദൂതനെ അരവനായുടെ മെതിക്കളത്തിൽ കണ്ടുകൊണ്ട് ഈ മനുഷ്യൻ ചെന്ന് ചോദിക്കുകയാണ്, കർത്താവേ, ഞാനല്ലേ പാപം ചെയ്തത്? എന്തുകൊണ്ടാണ് ഈ ജനം മരിക്കുന്നത്? നമ്മൾ ചോദിച്ചു പോകുന്ന ചോദ്യം. അതായത് നമ്മൾ പാപം ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ സംരക്ഷണയിൽപ്പെട്ടവർ രോഗികളായിട്ട് മാറുന്നു. അത് ദൈവത്തിൻ്റെ ശിക്ഷയോ ശാപമോ അല്ല. ഈ ശാപത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമാവർത്തന പുസ്തകത്തിൽ വ്യക്തമായിട്ട് 12 ശാപങ്ങളെയും അനുഗ്രഹങ്ങളെയും കുറിച്ച് നിർവചിക്കുന്നൊരു ഭാഗമുണ്ട് 27-28 അധ്യായങ്ങളിലൊക്കെ. അവിടെ ഈ ശാപങ്ങളെക്കുറിച്ച് പഠനം നടത്തിക്കൊണ്ട് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ നൽകുന്ന ഉത്തരമുണ്ട്. എന്താണ് ഈ ശാപം? ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണത്. അല്ലാതെ ദൈവം കൊറാസിൻ നിനക്ക് ദുരിതം, ബത്സേദ നിനക്ക് ദുരിതം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു ആ നഗരത്തെ ശപിക്കുകയല്ല ചെയ്യുന്നത്. ഇതിനുണ്ടായിരിക്കേണ്ട നന്മകൾ ഇതിന് ഇല്ലാത്തത് കൊണ്ട് അത് ദോഷമായിട്ട് ഭവിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെയാണ് ഈ കുടുംബത്തിന് അല്ലെങ്കിൽ ഈ രാജ്യത്തിനുണ്ടാകേണ്ട നന്മകൾ ഈ രാജാവിനൂടെ ഇല്ലാതെ ആയതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോകുന്നു ആ രാജ്യത്ത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളെ ഒന്ന് കൂട്ടി വായിക്കൂ. നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ ഇല്ലാതെ പോകുമ്പോൾ, ദൈവത്തിൻ്റെ കൃപ അറ്റുപോകുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങൾ ഈ തരത്തിലുള്ള കൃപാ തടസ്സങ്ങളിലേക്ക് കടന്നു വരികയില്ലേ? ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കണം. നമ്മുടെ പാപങ്ങൾ മൂലമോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പാപങ്ങൾ മൂലമോ നമ്മൾ രോഗത്തിൻ്റെ പിടിയിൽ അമരാം. പാരമ്പര്യ രോഗങ്ങൾ എന്നൊക്കെ പറഞ്ഞു. അത് ദൈവത്തിൻ്റെ ശിക്ഷയല്ല മക്കളെ, മറിച്ച് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ്. എൻ്റെ പേര് ഷാജി. പിന്നെ ഞാൻ ഇവിടെ കറുകുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ ഒറ്റയ്ക്ക് വന്ന് ധ്യാനം കൂടിയായിരുന്നു. അപ്പോൾ എനിക്കൊരു നല്ല അനുഭവമായിരുന്നു ശരിക്കും. അപ്പോൾ എനിക്ക് തോന്നി നേരം വൈഫിനെയും 2 മക്കളെയും കൂടെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ ഇളയ കുട്ടിക്ക് പെടലിയുടെ നടുവിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതിപ്പോൾ വന്നപ്പം വളരെ ആശ്വാസമായിട്ട് മാറിയിട്ടുണ്ട്. വളരെ സന്തോഷം.
സങ്കീർത്തന പുസ്തകം 50-ാം അധ്യായം 14-ാം വചനം. കൃതജ്ഞതയായിരിക്കട്ടെ നീ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി. യേശുവിനാൽ സ്നേഹിക്കപ്പെടുന്നവരെ, ദൈവം മനുഷ്യരിൽ നിന്നും ഏറെ ആഗ്രഹിക്കുന്ന ഒന്നാണ് നന്ദിയുടേതായ ഒരു ജീവിതം നയിക്കുക എന്നുള്ളത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നന്ദിയുള്ളവരായി ജീവിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നതും എന്നാൽ പറയാൻ വിസമ്മതിക്കുന്നതുമായ ഒരു വാക്കാണ് നന്ദി അല്ലെങ്കിൽ താങ്ക് യു എന്നുള്ള പദം. പ്രത്യേകിച്ച് മലയാളികളായ നാം നന്ദി പറയുന്നതിൽ വളരെ പിന്നാക്കമാണ്. ഒരു ഓട്ടോയിലെ യാത്ര കഴിയുമ്പോൾ, ഒരു ബാർബർ ഷോപ്പിൽ പോയി മുടി വെട്ടി ഇറങ്ങിക്കഴിയുമ്പോൾ, കടകളിൽ നിന്ന് സാധനം വാങ്ങി തിരികെ വരുമ്പോൾ നാം ആർക്കെങ്കിലും നന്ദി പറയാറുണ്ടോ? ഒരു നന്ദി പറയുമ്പോൾ പറയുന്ന വ്യക്തിക്കും സന്തോഷം, കേൾക്കുന്നവർക്കും അത് വലിയ സന്തോഷത്തിനും അതോടൊപ്പം അവരിലെ നന്മ പുറത്തു കൊണ്ടുവരുവാൻ ഉള്ള ഒരു അവസരവുമായിട്ട് അത് പരിണമിക്കുന്നു. അങ്ങനെ നന്മയുടെ വക്താക്കളായിട്ട് ജീവിക്കുവാൻ ഏറ്റവും നമ്മെ സഹായിക്കുന്നൊരു പദമാണ് നന്ദി, താങ്ക് യു എന്നുള്ളത്. ദൈവവും ഇത് തന്നെയാണ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ആകയാൽ നന്ദിയുടെ ഒരു ജീവിതം നയിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതോടൊപ്പം സഹോദരങ്ങളുമായിട്ട് കൂടുതൽ സ്നേഹത്തിൽ ജീവിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ജിനോ. ഞങ്ങൾ ചാലക്കുടിയിൽ നിന്ന് വരുന്നത്. വൈഫിൻ്റെ പേര് റോണിയ, മകൻ്റെ പേര് ഡാനിയൽ. ഞങ്ങളിവിടെ വന്ന് ഈ ഒരാഴ്ചത്തെ ധ്യാനത്തിന് വന്നപ്പോൾ വളരെ വിഷമത്തോടുകൂടിയൊക്കെ ആദ്യം വന്നത്. പക്ഷേ മനസ്സിനിപ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ധ്യാനത്തിന് വരുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടായിരുന്നു. മകനെക്കുറിച്ച് ഓർത്ത് അവൻ ഇച്ചിരി വാശി പിടിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. ഞങ്ങൾക്ക് അതിലൂടെ ഇവിടുത്തെ ടോക്കുകളും ആരാധനകളെയും കൂടെയും ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാവുകയും ദൈവസ്നേഹം അനുഭവിക്കാൻ സാധിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും ദൈവം നൽകിയതിനോർത്ത് നന്ദി പറയുന്നു. എൻ്റെ പേര് പോൾസൻ. ഞാൻ സൗദിയിൽ നിന്ന് വരുന്നു. ഇവിടെ വന്നതിന് ധ്യാനം കൂടിയതിനു ശേഷം എനിക്ക് നല്ല സുഖം കിട്ടി. എല്ലാ ഒരു സന്തോഷവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറി കിട്ടി. അന്നൊരിക്കൽ 12 വർഷമായി രക്തസ്രാവമുണ്ടായിരുന്ന സ്ത്രീ പിന്നിലൂടെ വന്നവൻ്റെ വസ്ത്രത്തിൻ്റെ വെളിമ്പിൽ തൊട്ടപ്പോൾ ശക്തി പുറപ്പെട്ടു. അതവൾക്ക് സൗഖ്യമായി പരിണമിച്ചു. ആ ശക്തി എന്നിലേക്ക് വരുന്നു. ഞാൻ സൗഖ്യപ്പെടുന്നു. വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച രോഗികൾ ഇവിടെയുണ്ട്. ഇനിയും കണ്ടുപിടിക്കപ്പെടാത്ത രോഗങ്ങൾ പിടിപെട്ടവരുണ്ട്. വേദനിക്കുന്ന അനേകം മക്കൾ ഇവിടെയുണ്ട്. ഓരോ മകനെയും മകളെയും അവിടുന്ന് സന്ദർശിക്കുന്ന സമയമാണ്. മേരി മനോജ്ഞേ ദൈവമാതാവേ, പാപികൾക്കാശ്രയം നീയേ, ഞങ്ങൾക്കഭയം നീയേ, ഞങ്ങൾക്കഭയം നീയേ. എൻ്റെ പേര് നീവ. ഞാൻ കുണ്ടൂർ മാളയിൽ നിന്ന് വരുന്നു. ഇവിടെ ഡിവൈൻ്റെ ധ്യാനം കൂടിയിട്ട് എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജൂലൈ 6-ാം തീയതി എനിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു, ബാത്റൂമിൽ വെച്ച് വീണിട്ട്. അതിലൂടെ എനിക്ക് കഴുത്തിനും അതുപോലെ തന്നെ ഷോൾഡറും ഭയങ്കര വേദനയായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ കോളറാണ് ഉപയോഗിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇന്നലെയും മിനിഞ്ഞാന്നത്തെയും ആരാധനയും അതുപോലെ തന്നെ രോഗശാന്തി ക്ലാസ്സും കൂടിയപ്പോൾ അത് പൂർണ്ണമായും ദൈവമെടുത്ത് മാറ്റി. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എനിക്ക് കൈ പൊക്കാനോ ഒന്നിനും സാധിക്കില്ലായിരുന്നു. പക്ഷേ അതിലൂടെ എനിക്ക് ദൈവത്തിനെ സ്തുതിക്കാനും കൈ പൊന്തിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഇപ്പം സാധിക്കുന്നുണ്ട്. ദൈവത്തിന് ഒരായിരം നന്ദി. ദൈവത്തിൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. ഈ ആത്മാവും ജീവനുമാകുന്ന ദൈവവചനം
നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മിൽ ഇരുതല മൂർച്ചയുള്ള ആ വാളിനേക്കാൾ മൂർച്ചയേറിയ ഈ വചനം നമ്മിലൂടെ ഇറങ്ങും. അവിടെ എന്ത് മാലിന്യങ്ങളുണ്ടോ, എന്തെല്ലാം കുറവുകളുണ്ടോ അതെല്ലാം തുടച്ചു മാറ്റും. കീറി മുറിച്ച് സകല മാലിന്യങ്ങളും കളഞ്ഞ് നമ്മളെ ശുദ്ധമാക്കുന്ന ദൈവത്തിൻ്റെ വചനം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് റീഷ്യ ജോസഫ്. ഞങ്ങളുടെ വീട് തരയടപ്പറമ്പ്, കോട്ടയം ജില്ലയിൽ. ഞാൻ ചാച്ചൻ അമ്മ ഞങ്ങൾ 3 പേരായിട്ട് ധ്യാനം കൂടാൻ വന്നത്. വളരെ വലിയൊരു ആഗ്രഹത്തോടു കൂടി വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച് വന്നതാണ്. ഈ സമയം ഞങ്ങളുടെ കുടുംബത്തിൽ വളരെ ഒരു അഭിഷേകമുള്ള ദിവസങ്ങളായിരുന്നു. കാരണം ചാച്ചനെ ഒന്ന് ധ്യാനം കുടിക്കാൻ കൊണ്ടിരുന്നതെന്ന് പറഞ്ഞത് വളരെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. ആക്റ്റീവായിട്ട് കൂടാനും ചാച്ചൻ്റെ രോഗശാന്തി കിട്ടുകയും ചെയ്തു. ഈശോയ്ക്ക് നന്ദി. എൻ്റെ അപ്പൻ്റെ ദൈവമാ എൻ്റെ ദൈവം. എൻ്റെ അപ്പൻ്റെ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ബലിപീഠത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇസഹാക്ക് പറയുകയാ, എൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെ ദൈവമേ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഫിലോമിന, പുള്ളിക്കാരൻ്റെ പേര് അരുൾദാസ്. എൻ്റെ ഹസ്ബൻഡാണ്. ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ വിതുര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വന്നത്. ഞങ്ങൾക്ക് ഒത്തിരി നല്ല അനുഭവമാണ് ഈ ധ്യാനം കൂടിയിട്ട്. പിന്നെ എനിക്കൊരു അത്ഭുതം ഉണ്ടായി. എൻ്റെ കാലിലെ ഉപ്പൂറ്റിക്ക് വേദന ഉണ്ടായിരുന്നു. അത് ഒരു 1-2 വർഷം കൊണ്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ആദ്യ ദിവസം തന്നെ എനിക്ക് ആ വേദന മാറി. ഇപ്പോൾ നല്ല വേദനയൊക്കെ മാറി, നല്ല സുഖമുണ്ട്. പിന്നെ കൊള്ളാം, നല്ല ധ്യാനമാണ്. ഇനിയും വരണമെന്ന് ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ പോർഷൻ, എനിക്ക് രണ്ടാമത്തെ പോർഷനോടും ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവിടെ തീറ്റയുടെ കാര്യമാണ് പറയണത്. മുടക്കല്ലാണ്ട് ഞങ്ങൾക്ക് ആഹാരം തരണമെന്നാണ്. ഒന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഒന്ന് ചൊല്ലി. അന്നന്ന് വേണ്ട ആഹാരം നീയൻ പ്രാണനാഥൻ, നീയൻ സ്നേഹരാജൻ, നിന്നിലെല്ലാമെൻ ജീവനും സ്നേഹവുമേ. യേശുനാഥ. ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഹേ മനുഷ്യ, നിന്റെ പാപം ക്ഷമിച്ചു എന്ന് പറഞ്ഞ ഒരേ ഒരു ദൈവം യേശു ക്രിസ്തുവാണ്. ആ യേശുവിൻ്റെ മുൻപിലാണ് നീ ഇപ്പോൾ ഇരിക്കുന്നത്. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളടയ്ക്ക് യാചനാരൂപത്തിൽ പിടിച്ചോ. ഒരിക്കൽ കൂടെ വാ വാ യേശുനാഥ. എല്ലാവരും ചേർന്ന് വാ വാ യേശുനാഥ. യേശുനാഥ, സ്നേഹനാഥ, ഹൃദയം തേടിയിടും സ്നേഹമേ നീ. Divine, divine, divine blessing. Divine, divine, divine. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ ധ്യാനത്തിനായിട്ട് വരുമ്പോൾ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള തിക്ത അനുഭവങ്ങളുടെ, നൊമ്പരങ്ങളുടെ, മാനസിക സംഘർഷത്തിൻ്റെ, കുടുംബ പ്രശ്നത്തിൻ്റെ, കടബാധ്യതയുടെ, ജോലിയില്ലാത്ത അവസ്ഥയുടെ, ഇങ്ങനെ വ്യത്യസ്തമായ അവസ്ഥകളും നൊമ്പരങ്ങളൊക്കെ പേറിയാ വന്നത്. ഈ ദിവസങ്ങളിലൂടെ എല്ലാം നമ്മൾ കടന്നുപോയപ്പോൾ ദൈവം
ആ അവസ്ഥകളിൽ നിന്നെല്ലാം നമ്മുടെ മനസ്സിനെ വിടുവിച്ചു, നമ്മുടെ മനസ്സിന് സ്വാതന്ത്ര്യം നൽകി, നമ്മുടെ മനസ്സിൽ നല്ല സന്തോഷം നിറച്ചു. ഇതാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും അത്രമാത്രം സ്നേഹിക്കുന്നു, നമ്മുടെ കാര്യങ്ങൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളം. അപ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഏതവസ്ഥയായാലും നാം അതിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ കർത്താവ് അതിൽ നമുക്ക് വിടുതൽ നൽകും. ആ വിടുതൽ ലഭിച്ച് നമുക്ക് കർത്താവ് തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉറപ്പാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം 13-ാം തിരുവചനം. ഇങ്ങനെയാണ് ദൈവം പറയുന്നത്: നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. അപ്പോൾ ദൈവം തരുന്ന ഉറപ്പാണ്, ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. വലതുകരം നമുക്ക് കർത്താവ് എപ്പോഴും വിജയം തരും. നിങ്ങളുടെ ജീവിതാനുഭവത്തിലൂടെ ഇനി ഓരോ ആഴ്ചയിലും അനേകരെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് പറഞ്ഞുവിടാനായിട്ട് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ നിങ്ങൾ അനേകരെ പറഞ്ഞുവിടുമ്പോൾ അവർ ഇവിടെ വന്ന് വചനം കേട്ട് മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിച്ചൊക്കെ പോകുമ്പോൾ അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ഫലം നിങ്ങൾക്കും ഓരോ ആഴ്ചയിലും കർത്താവ് തരും. അതാണ് ദൈവം നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സുവിശേഷ വേല. ഈ ഒരു സുവിശേഷ വേല ചെയ്തുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ നമ്മുടെ ജീവിതം ഫലദായമാക്കി തീർക്കുവാനായിട്ട് കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെ ഓരോരുത്തർ കർത്താവ് സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തുകയും വഴിയും ചേർത്തുകയും ചെയ്യട്ടെ. ആമേൻ.